1971 ജനുവരി 1 തൃശൂരിലെ ചാലക്കുടിയിൽ അമ്മ പ്രസവം നിർത്തിയിട്ടും ജനിച്ച മകനായി ഒരു നിയോഗം പോലെ മണി പിറന്നു. കഠിനമായ ദാരിദ്ര്യമായിരുന്നു കളിക്കൂട്ടുകാരൻ. ഷർട്ടിടാനറിയാത്ത, കസേരയിൽ ഇരിക്കാനറിയാത്ത ഒരാളായിരുന്നു അച്ഛൻ. അറിയാത്തതല്ല, ഇല്ലായ്മയായിരുന്നു കാരണം. ആദ്യമായി മണിയുടെ കല്യാണത്തിനാണ് അദ്ദേഹം ഷർട്ടിടുന്നത്. തന്റെ ഓലമേഞ്ഞ വീട്ടിലിരിക്കുമ്പോൾ അയൽ വീട്ടിലെ റേഡിയോയിൽ നിന്നും കേട്ട പരിപാടികളിലൂടെ മണി കലാസ്വാദനം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം സ്പോർട്സിലായിരുന്നു താല്പര്യം. സംസ്ഥാന തലത്തിൽ അദ്ദേഹം സമ്മാനങ്ങൾ നേടി. പിന്നീട് പാട്ടിലൂടെ കലാരംഗത്തെ പ്രവേശിച്ച മണി സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടി. ശേഷം മിമിക്രി ചെയ്യാമെന്ന് തോന്നി. വീട്ടിലെ പട്ടിണി മാറ്റാൻ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലുമുറിയെ പണിയെടുത്ത മണി ചെയ്യാത്ത ജോലികൾ വിരളമായിരുന്നു. വൈദ്യശാലയ്ക്ക് വേണ്ടി കുറുന്തോട്ടി പറിക്കാനിറങ്ങി, മണല് വാരാൻ പോയി, തെങ്ങ് കയറ്റക്കാരനായി, വിറക് കീറാനും കിണറുകുത്താനും പോയി, ഓട്ടോ ഡ്രൈവറായി, തുണിയും ഫോറിൻ സാധനങ്ങളും കച്ചവടം ചെയ്തു. 15 പൈസയ്ക്ക് വഞ്ചി കുത്താൻ പോയപ്പോൾ മണി പാടിയ പാട്ടുകൾ ചാലക്കുടിപ്പുഴയിൽ പ്രതിധ്വനിച്ചു. ഒരിക്കൽ അമ്പലത്തിൽ കാപ്പി വിൽക്കാൻ പോയ മണിയുടെ കാപ്പി ആരും വാങ്ങിയില്ല. കണ്ണു കാണാൻ പറ്റാത്ത വിശപ്പായിരുന്നിട്ടും കാപ്പി വിറ്റുപോകാത്തതുകൊണ്ട് പൈസയൊന്നുമില്ലായിരുന്നു. ഫ്ലാസ്കും തൂക്കി നടന്നപ്പോൾ ആരോ ഫ്ലാസ്കിന്റെ താപ്പ് തുറന്നു വിട്ടത് മണി അറിഞ്ഞില്ല. ചൂട് കാപ്പി വീണത് അവിടെ ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തായിരുന്നു. ആ ചൂടോടുകൂടി തന്നെ അവർ മണിയെ പൊതിരെ തല്ലി. വിശപ്പും വേദനയും മനസ്സിന്റെ നീറ്റലും സഹിക്കാനാകാതെ ഒടുവിൽ ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ആനക്കാരനാണെന്ന് പറഞ്ഞ് വാങ്ങിക്കഴിച്ച് കലങ്ങുന്ന മനസ്സോടെ മണി വീട്ടിലേക്ക് നടന്നു. SSLC തോറ്റി വീണ്ടും എഴുതാൻ നിൽക്കുന്ന സമയത്ത് കുടുംബം പോറ്റാൻ മണി ഓട്ടോ ഡ്രൈവറായി. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും മണി കല ഉപേക്ഷിച്ചില്ല. ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഗാനമേളയുടെ ഇടവേളയിൽ പരിപാടി അവതരിപ്പിച്ച മണിയെ കലാഭവനിലെ ഗായകനായ പീറ്റർ ശ്രദ്ധിച്ചു. മണിയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട അദ്ദേഹം കലാഭവനിൽ മണിക്ക് ഇന്റർവ്യൂ ശരിയാക്കി. സ്കൂളിൽ പഠിക്കുമ്പോൾ NCCയിലൊക്കെ ഉണ്ടായിരുന്ന മണിക്ക് ഈ സമയത്താണ് CISFൽ ജോലി കിട്ടുന്നത്. മണി കല തിരഞ്ഞെടുത്തു. ചാലക്കുടിയിലെ ഒരു വർക്ക്ഷോപ്പിൽ തന്റെ ഓട്ടോ ഒതുക്കിയിട്ട് മണി കലാഭവനിലേക്ക് തിരിച്ചു. മറ്റുടുപ്പുകളില്ലാത്തതുകൊണ്ട് കാക്കി ഉടുപ്പിട്ട് വന്ന മണിയെ കണ്ടപ്പോൾ ആദ്യമാർക്കും മതിപ്പ് തോന്നിയില്ല. എന്നാൽ ആദ്യം ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം അനുകരിച്ച് കാട്ടിയ അദ്ദേഹത്തെ കലാഭവൻ സ്വീകരിച്ചു. അങ്ങനെ ചാലക്കുടിക്കാരൻ മണി കലാഭവൻ മണിയായി. പരിപാടികളുടെ ഇടവേളയിൽ മണി അതിജീവനത്തിന്റെ തൊഴിലുകൾ തുടർന്നു. 1995 സമുദായം എന്ന സിനിമയുടെ സെറ്റിൽ ജോലിക്ക് വന്ന മണി അവിടെ KPSC ലളിതയ്ക്കും മറ്റു താരങ്ങൾക്കും മുമ്പിൽ മിമിക്രി അവതരിപ്പിച്ചു. അപ്പോൾ KPSC ലളിത സംവിധായകനായ അമ്പിളിയോട് മണിക്ക് സിനിമയിൽ അവസരം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ സമുദായം മണിയുടെ ആദ്യത്തെ സിനിമയായി. അവിടെ നിന്നാണ് അദ്ദേഹം സിബി മലയിലിന്റെ അക്ഷരത്തിൽ അഭിനയിക്കാൻ ചെല്ലുന്നത്. സിനിമയിലും മണി ഓട്ടോ ഡ്രൈവറായെത്തി. സംവിധായകൻ ആക്ഷൻ പറഞ്ഞത് കേട്ട് കിക്കറടിച്ചതും കിക്കറൊടിഞ്ഞ് കയ്യിൽ വന്നു. ആളുകളുടെ മുമ്പിൽ അപഹാസ്യനായി നിറഞ്ഞ കണ്ണ് അന്ന് ആരും കാണാതെ മണി തുടച്ചു. ചാലക്കുടി ചന്തയിൽ ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ലോഹിതദാസിനെ മണി കണ്ടിരുന്നെങ്കിലും മണിയെ ലോഹിതദാസ് കാണുന്നത് ഒരു കലാപരിപാടിക്കിടെയാണ്. മണിയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട അദ്ദേഹം മണിയെ സല്ലാപം എന്ന സിനിമയിലേക്ക് ക്ഷണിച്ചു. സല്ലാപം ഒരു വഴിത്തിരിവായി മാറി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ മണിയുടെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരുപാട് വേഷങ്ങൾ. അഭിനയത്തിനു പുറമെ പാട്ടും മണിക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യമായി നാടൻ പാട്ട് പാടാൻ അവസരം നൽകിയത് സുഹൃത്തായ നാദർഷയായിരുന്നു. റെക്കോർഡിംഗിന്റെ അന്ന്